ശ്രീ ജയ്ക്ക്, കുടിയൊഴിപ്പിക്കപ്പെടും എന്ന ജനങ്ങളുടെ ആശങ്ക കാണാതെ ഒരു ഇടതുമുന്നണി സർക്കാരിന് ഒരു പദ്ധതിയുമായി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പോൾ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. ഒന്ന് കുടിയൊഴിപ്പിക്കലിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഭീതി, നഷ്ടപരിഹാര തുക യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് സെന്റിന് 2 ലക്ഷം രൂപ പോലും നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി പോകുന്നില്ല, അതിനേക്കാൾ വളരെ ലോപിച്ച തുകയായിരിക്കും കിട്ടുവാൻ വേണ്ടി പോകുക. മറ്റൊന്ന് പരിസ്ഥിതി പ്രശ്നം ഇത്യാദി കാര്യങ്ങളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരം, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത ദിവസം ഞാൻ ജനങ്ങൾക്ക് മുമ്പിലൊരു അനുഭവം, ഒരു ഉദാഹരണം എന്നതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. RSSന്റെ കേരളത്തിലെ മുഖം, ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ദിവസം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ ഇടത്തിൽ വെല്ലുവിളി സ്വഭാവമുള്ളൊരു പ്രതികരണം ആ സർക്കാരിനോട് നടത്തി. ആ പ്രതികരണത്തിന്റെ നക്ഷൽ എന്ന് പറയുന്നത് 3 വാചകങ്ങളിൽ ചുരുക്കാം. ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് പറയുകയുണ്ടായി, ദേശീയപാത വികസനം, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗെയിൽ പദ്ധതി, കോട്ടയത്തൂടെ കടന്നുപോയ ഇടമൺ കൊച്ചി പവർ ഹൈവേ, ഇത്യാദി പദ്ധതികൾ സഹജമായ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ദംഷ്ട്രകളെ തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മുസ്ലിം മതവർഗീയവാദികളുടെ എതിർപ്പിനെ മറികടന്ന് ഇത്തരം പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൽ പിണറായി വിജയന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയായി അംഗീകരിക്കുമെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമ ആർക്കൈവുകൾ ലഭ്യമാണ്. ഞാൻ ഇതിപ്പോൾ ഓർമ്മിപ്പിക്കാൻ കാരണം, നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. യൂത്ത് കോൺഗ്രസും BJPയും ആശങ്കയെ വിഷലിപ്തമായ നുണപ്രചരണങ്ങൾ കൊണ്ട് കത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അനുഭവം എന്താണ്? 2012-13 കാലയളവിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ തുറന്നു വെച്ച ദേശീയപാത വികസനത്തിന്റെ ഓഫീസ് അടച്ചുപൂട്ടി താഴുമായി ഡൽഹിയിലേക്ക് പോയ നാടിന്റെ പേരായിരുന്നു കേരളം. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന്റെ വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മളുടെ പ്രധാനമന്ത്രിയും RSSന്റെ പ്രചാരകനും കേരള മുഖ്യമന്ത്രിയെ സദസ്സിലിരുത്തിക്കൊണ്ട് പറഞ്ഞു, എവിടെ ദേശീയപാത, എവിടെ ഗെയിൽ പദ്ധതി, എവിടെ ഇടമൺ കൊച്ചി പവർ ഹൈവേ? 2021 ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്തു. ഉണ്ടായ അവസ്ഥ എന്താണ്? ഈ കേരളത്തിൽ ഒന്നും നടക്കില്ല, വികസനത്തിന്റെ മരുപ്പറമ്പ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ അതേ കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു വരുത്തി കേരളത്തിൽ 92% സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി. ഇപ്പൊ കേരളം 6 വരി ദേശീയപാതയുടെ വികസന യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. സംശയമുള്ളവർക്ക് ജനങ്ങളുടെ നിന്റെ ഈ വാക്യം വിശ്വസിക്കുകയാണ്, നീയാണ് സാക്ഷി, ഉറപ്പാണല്ലോ. സംശയത്തെ ഞങ്ങൾക്ക് ദൂരീകരിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അവിടെയും ദൂരീകരിക്കപ്പെടാത്ത സംശയവുമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ കോട്ടയം ജില്ല വിട്ട് ആലപ്പുഴയിലേക്കോ തൊട്ടപ്പുറ എറണാകുളത്തേക്കോ മലപ്പുറത്തേക്കോ പോയാൽ മതി. ജനങ്ങളുടെ സഹകരണത്തോടുകൂടെ എന്തുകൊണ്ട് ദേശീയപാത 6 വരിയാണേ, കേരളത്തിന്റെ 2 ഇരട്ടി സ്ഥലം ഏറ്റെടുക്കും, 45 മീറ്ററാണ് വീതി, കേരളയിലെ 3 ഇരട്ടി ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട വന്നു. എന്തുകൊണ്ട് ഒരു കുറ്റിപ്പറിക്കൽ സമരം ഉണ്ടായില്ല? എന്തുകൊണ്ട് കായലിൽ കുറ്റിയെടുത്ത് കായലിൽ കൊണ്ട് ഒഴുക്കുവാൻ ഒരു യൂത്ത് കോൺഗ്രസും ഒരു RSSും ഒരു NDFും ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തുകൊണ്ട് കഴിയാതെ വന്നു? നഷ്ടപരിഹാര പാക്കേജ് കേരളത്തിലെ സർക്കാർ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടെ പ്രഖ്യാപിച്ചപ്പോൾ ആ സഹായത്തെ സ്വീകരിച്ച് അതിൽ കാണേണ്ടത് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ സാന്ദർഭികമായി ഒരൊറ്റ അനുഭവം ചൂണ്ടിക്കാട്ടി അവസാനിപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ കോട്ടപ്പടി ജംഗ്ഷനിലൂടെയാണ് ദേശീയപാത 6 വരി കടന്നുപോയത്. അവിടെ ഈ കേരളയിൽ വിരുദ്ധ സമര സമിതിയുടെ മുഖമായി പരിലസിക്കുന്ന UDFന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഒരു സെന്റ് മിച്ചമേ ഓഫീസിന്റെ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കേരളത്തിലെ ജനത, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, പിണറായി വിജയൻ സർക്കാർ എന്നല്ല, കേരളത്തിലെ ജനത അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുത്ത നഷ്ടപരിഹാരം എത്രയാണെന്നറിയോ? 1.25 കോടി രൂപ. അത് അക്കൗണ്ടിലിട്ട് വാങ്ങി പോക്കറ്റിലിട്ട് സ്ഥലം വിട്ടുകൊടുത്ത UDF ആണ് ഇവിടെ വന്നിരുന്നത്. നിങ്ങളോട് പറയുക, ഏതാ സ്ഥലം വിട്ടാൽ നിങ്ങൾക്ക് പണം കിട്ടില്ല പോലും. ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. സർക്കാർ പറ്റിക്കും പോലും പറ്റിച്ച കാലം ഉണ്ടായിരുന്നു. എന്താ? ബഹുമാനിയനായ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ബ്ലോഗ് ഞാൻ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാം. ആ ബ്ലോഗിൽ പറയുകയാണ്, ഈ കേരളയിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ പദ്ധതിയല്ല. ബഹുമാനിയനായ മുൻ മുഖ്യമന്ത്രിയാണ് ആ ടെർമിനോളജി നമ്മുടെ മുമ്പിൽ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ ഇപ്പോഴുമുണ്ട്. 2013 പറയുകയാണ്. എന്താ പറയുന്നത്? ഞങ്ങളിതാ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക്, നമ്മൾ 63,000 കോടി രൂപയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും നമ്മളുടെ മുൻ മുഖ്യമന്ത്രിയുമായ സമാദരണീയനായ നേതാവ് പറഞ്ഞു, 1,18,000 കോടി രൂപ മുടക്കിയിട്ടുള്ള ഹൈസ്പീഡ് റെയിൽ പദ്ധതി 2013 ഏപ്രിൽ മാസം തുടങ്ങാൻ വേണ്ടി കഴിയുമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതിനോട് സഹകരിച്ചുകൊണ്ട് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകിയത് ആരാണ്? RSSന്റെ പ്രചാരകനും ദേശീയ മന്ത്രിയുമായിട്ടുള്ള ബഹുമാനിയനായ നിർമ്മല സീതാരാമൻ പറഞ്ഞു. ആരോപണങ്ങൾ നിങ്ങൾ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ എനിക്ക് ജനങ്ങളിലേക്ക് പോകാം. രാഹുൽ, നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം വരുമ്പോൾ
എൻ്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് ശർമ്മ എന്ന് പറയുന്ന സഖാവിൻ്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി. ആ എസ് ശർമ്മയെ നമ്മൾ പിന്നീട് കാണുന്നത് അതേ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ അതൊന്നും എനിക്കറിയാൻ ആരും വില തരില്ല. ശരിക്കും എയർപോർട്ടിനെ മാത്രമേ എതിർത്തിട്ടുള്ളത്. ജയിക്കിന്റെ പേഴ്സിലും കാണുമ്പോൾ ഒരു ATM കാർഡ്. ആ ATM കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി സമരം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. അപ്പൊ അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. പിന്നെ ഇവർ വികസനത്തെ പറ്റിയൊക്കെ സംസാരിച്ച് തുടങ്ങണം. ഈ 2022-ലെങ്കിലും CPM വികസനത്തെ പറ്റി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ വികസനത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത്? ഇവിടെ എന്താ പ്രശ്നം? കുടിയൊഴിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു. ഇനി കുടിയൊഴിപ്പിക്കപ്പെടുന്നതാണ് പ്രശ്നമെങ്കിൽ ആരാണ് ജയിക്ക് വില നിശ്ചയിക്കുന്നത്? ഇപ്പൊ താങ്കളുടെ വീട് നിൽക്കുന്ന ദേശീയപാത 183-ന്റെ സൈഡിൽ KK റോഡിൽ മണർകാട് പള്ളിക്ക് സമീപമുള്ള മണർകാട് വില്ലേജിലെ ഫെയർ വാല്യൂ എത്രയാണെന്ന് ജയിക്കാൻ അറിയാമോ? 1,10,10,000 രൂപ. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇനിയും പിണറായി വിജയന്റെ ഭാഷയിൽ 2.5 ഇരട്ടി അധികം തരികയാണ്. അപ്പോൾ 2.5 ലക്ഷം വേണ്ട, ഞാൻ ജയിക്കിന് 4 ലക്ഷം രൂപ തരാം. 10 സെന്റ് വസ്തു എനിക്ക് ജയിക്കിന്റെ പറമ്പിൽ നിന്ന് തരാൻ പറ്റുമോ? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. തരത്തില്ല. കാരണം എന്താ? ഫെയർ വാല്യൂവും നാട്ടിലെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ജയിക്കിന് സമ്മതിക്കേണ്ടി വരും. അതല്ല 40 ലക്ഷം രൂപയ്ക്ക് ജയിക്ക് ആ വസ്തു 10 സെന്റ് വസ്തു വിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയാം. അപ്പൊ അത് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. കൊടുക്കാൻ കഴിയില്ല. നാട്ടിലെ കഴിഞ്ഞ ദിവസം AC മൊയ്തീൻ എന്ന് പറയുന്ന മുൻ മന്ത്രി അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോ വലിയ ബോധവൽക്കരണം നടത്തി. അപ്പൊ ആ വീട്ടിലെ സാധാരണക്കാരിയായ വീട്ടമ്മ പറഞ്ഞു, സാറിന്റെ വീട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത്. ജയിക്കിന്റെ വീടും വസ്തുവും പോകുന്നില്ല, അതുകൊണ്ട് ആ പണത്തെ പറ്റി ജയിക്കിന് വലിയ ആശങ്ക വേണ്ട. അതാണ് കാര്യം. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പറഞ്ഞു. ശരി, ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ഈ 2013-ലെ അതേ അവസ്ഥ തന്നെയാണോ? ഈ നട്ടാശ്ശേരിയിൽ വന്നിട്ട് ജയിക്കിന്റെ വീടിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണല്ലോ. 2013-ലെ നട്ടാശ്ശേരിയുടെ പാരിസ്ഥിതിക അവസ്ഥയാണോ ഈ 2022-ല്? അതേ അവസ്ഥയായിരുന്നുവെങ്കിൽ 2 പ്രളയമുണ്ടായപ്പോ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ വീടും പറമ്പും എല്ലാം ഉപേക്ഷിച്ചിട്ട്, അവരുടെ വസ്തുവകൾ ഉപേക്ഷിച്ചിട്ട് ജീവന് വേണ്ടി ഈ സ്കൂളിൽ വന്ന് കഴിയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു? ഇല്ല. നിങ്ങൾ ഇവിടെ പിന്നെ നമ്മുടെ അണക്കെട്ട് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ജയിക്കൊന്ന് വായിച്ചു നോക്കണം. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അണക്കെട്ട് ഡാം പൊളിച്ചു പണിയണം എന്ന് പറയുന്നതിന്റെ നമ്മളുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് പഴയ കാലമല്ല, 2018-ന് ശേഷമുള്ള കേരളം ഒരു പരിസ്ഥിതി ബോംബായി മാറിയിരിക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതേ പരിസ്ഥിതി ബോംബിൽ കൂടെ മിന്നൽ വേഗത്തിൽ പായുന്ന ഒരു തീവണ്ടി വേണമെന്ന് നിങ്ങൾ എന്തിനാ വാശി പിടിക്കുന്നത്? പിന്നെ ഒറ്റ കാര്യം കൂടി, ഇത് എന്തിനു വേണ്ടിയിട്ടാ ജയിക്കുക ഈ പദ്ധതി? അങ്ങനെയൊക്കെ വഴിയില്ല. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഈ പദ്ധതിയെ പറ്റി നിങ്ങൾ പറഞ്ഞു, NH-ന്റെ സൈഡില് NH എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ്, അതിന്റെ 2 വശത്തേക്കും എക്സ്റ്റൻഷൻ എടുക്കുന്നതും അതുപോലെയാണോ കേരളം കീറി മുറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പുതിയൊരു പാത ഒരുക്കുന്നത്? ഒരേ വസ്തുവേ ആകത്തുള്ളൂ എന്ന് ജയിക്ക് പറഞ്ഞാൽ ജയിക്കിന്റെ അറിവ് എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ എനിക്ക് തെറ്റിപ്പോയാശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. അത് ഞാൻ വിട്ടു. ഇനി അവിടെ കുറ്റിപറിച്ചതിനെ പറ്റി പറഞ്ഞു. കുറ്റിപറിക്കാൻ കഴിയില്ല. കാരണം വേറെ ഒരു പദ്ധതിക്കും നാളിതുവരെ സാമൂഹ്യാഘാത പഠനം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കുറ്റി നാട്ടിയതിന്റെ ഒരൊറ്റ അനുഭവം ജയിക്കിന് പറയാൻ കഴിയുമോ? കഴിയില്ല. എന്തിനാ നിങ്ങൾ കുറ്റി സ്ഥാപിക്കുന്നത്? ജയിക്ക എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനി നിങ്ങൾക്ക് ലോൺ തരണം. ലോൺ തരുമ്പോഴുള്ള കമ്മീഷനാണ് നിങ്ങളുടെ കണ്ണ്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ട് ഗെയിലിനെ പറ്റിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനത്തെ പറ്റിയിട്ടൊക്കെ ജയിക്ക് വളരെ വലിയ രീതിയിൽ ഇവിടെ പറഞ്ഞു. ഗെയിൽ പദ്ധതിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ഥലമേറ്റെടുപ്പിനൊക്കെ പണം നൽകിയത് കേന്ദ്ര സർക്കാരാണ് ജയിക്ക്. അതാദ്യം മനസ്സിലാക്കണം. അത് കേരളത്തിൽ മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കിലോമീറ്ററുകൾ ദേശീയപാത വികസനം നിതി ഗഡ്കരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ പണ്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പണിതിരുന്ന കാലത്ത് ഇന്ന് ഒരു ദിവസം 27-30 കിലോമീറ്റർ ദേശീയപാത പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആലപ്പുഴയിലും കൊല്ലത്തും വർഷം 40 ആയല്ലോ ഒരു ബൈപ്പാസ് പണിയാൻ. എവിടെ വേണം? നിങ്ങൾ 51 റോഡുകൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു.
ഈ കാടിത്താസിന്റെ അപ്പുറത്ത് ഒരു അപ്രോച്ച് റോഡ്, ഒരു മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് കയറ് കെട്ടി ആളുകൾ കയറുകയും ചെയ്യണം. അത് പണിയാൻ സാധിച്ചിട്ടില്ല. ഇവരാണ് ദേശീയപാത വികസനത്തെ പറ്റിയും കേരളയിലെ പറ്റിയും പറയുന്നത്. പന്നി ഇപ്പൊ പറഞ്ഞത് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. എന്താ ഉറക്കം വരുന്നു? ദേശീയപാതയുടെ സൈഡിൽ ആളുകൾക്ക് കച്ചവടം നടത്താം. കേരളയിലെ സൈഡിൽ എവിടെ കച്ചവടം നടത്തും? ബഫർ സോൺ ഉണ്ടോ? ആദ്യം സജി ചെറിയാനുമായിട്ടുള്ള ആശങ്ക പരിഹരിച്ചിട്ട് ജയിക്കുക. ബഫർ സോണാണ്, അവിടെ നിർമ്മാണം പറ്റില്ല. അവർക്ക് പണം കിട്ടുമോ? ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ജനങ്ങളെ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പഠിപ്പിച്ചതുപോലെ 1.5 മണിക്കൂർ കൊണ്ട് ഗുരുവായൂർ പോകാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക. 2, നിർമ്മലാ സീതാരാമന്റെ കത്തിന്റെ കാര്യം പറഞ്ഞു. അത് പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ കാര്യമാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് എത്ര പണം വേണമെന്നതിനെ പറ്റി സംസ്ഥാന സർക്കാരിനോട് പഠനം നടത്തി അതിന് വേണ്ട മാർഗം കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഭൂമി ഏറ്റെടുത്തോളൂ, അതിനുവേണ്ടി പണം നൽകിക്കൊള്ളാമെന്നൊന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. ആലോചന മാത്രമാണ്, ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടില്ല. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ അതിനു വേണ്ട ആലോചന നടത്താം. ഈ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ. ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ വികസനത്തെ സംബന്ധിച്ച് CPIM സംസാരിച്ചു തുടങ്ങിയല്ലോ. പിന്നെ വ്യക്തിപരമായി എൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞാൻ അത്തരത്തിൽ പൂർണ്ണമായി മറുപടി പറയാൻ ആഗ്രഹിക്കില്ല. അദ്ദേഹം പറഞ്ഞു സ്ഥലം വിട്ടുകൊടുത്താൽ പണം നൽകി ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസ് സന്നദ്ധമാണ്. അപ്പോൾ ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് നിർബന്ധമായും എൻ്റെ പ്രദേശത്ത് നടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ, അതായത് NHന്റെ സമീപത്ത് താമസിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് പറയണം, നിങ്ങൾ സ്ഥലമൊന്നും നൽകണ്ട. അവരോട് ചോദിച്ചാൽ അവർ പറയും. ഇപ്പോൾ എൻ്റെ വീടിന് മുമ്പിൽ ഒരു പുതിയ കെട്ടിടം പണിതപ്പോൾ ഒരു നയാ പൈസയും ഏറ്റെടുക്കാതെ ഒരു 10 മീറ്റർ സ്ഥലം NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വെറുതെ വിട്ടുകൊടുത്തു. എന്നിട്ട് കെട്ടിടം പണിതിട്ടുള്ളത്. ഏത് യൂത്ത് കോൺഗ്രസിന്റെ സംഭാവന സ്വീകരിക്കാതെ ഒരു 10 മീറ്റർ സ്ഥലം ദേശീയപാതയ്ക്കായി ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ കുറ്റിയിട്ടിട്ടില്ല, പദ്ധതി വന്നിട്ടില്ല, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു 10 മീറ്റർ സ്ഥലം വെറുതെ വിട്ടുകൊടുത്തു. സംശയം ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, അവരോട് ചോദിച്ചാൽ. പൈസ തരണ്ട. ആ പൈസക്ക് നിങ്ങൾ ആ പൈസ ഞാൻ പറയട്ടെ. എന്റെ പ്രശ്നം എന്താ? ആ തുകയ്ക്ക് നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂന് തരുമോ? നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂന് തരുമോ? അതല്ല, 984 ആന്റി കമ്പ്യൂട്ടറൈസേഷൻ ഇയറായി ആഘോഷിച്ച ഒരു സംഘടനയുടെ പേര് BMS എന്ന. VD സതീശനെ പോലെ നിങ്ങൾ തള്ളിപ്പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം കാലിക്കറ്റ് സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ആരാ വികസനത്തെ എതിർത്തത്? കണ്ണുള്ളവർ തുറന്നു കാണട്ടെ. ജയിക്ക് പറഞ്ഞ വളരെ വസ്തുതാപരമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. ജയിക്കിന് അവസരം കൊടുത്തല്ലോ, എനിക്കും പറയാൻ തന്നെ ഞാൻ വന്നത്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഇവിടെ ജയിക്ക് പറഞ്ഞു ജയിക്കിന്റെ വീടിന്റെ മുന്നിൽ ഒരു കട പണിഞ്ഞപ്പോൾ വെറുതെ കുറെ സ്ഥലം കൊടുത്തെന്ന്. ജയിക്കിന് സ്ഥലം കൊടുക്കാനുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ പണം കൊണ്ട് വസ്തു വാങ്ങിച്ച തങ്കമ്മയുടെ ആകെ 2 സെന്റിൽ 10 മീറ്റർ വെറുതെ കൊടുക്കാൻ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. എന്റെ വിഷയം എന്താ? അല്ലല്ല, ഞാൻ പറയട്ടെ. എന്റെ വിഷയം എന്താ? ഫെയർ വാല്യൂവിനെ പറ്റിയാ. ജയിക്ക് 4 ലക്ഷം രൂപയ്ക്ക് ആ വസ്തു കൊടുക്കുമോ എന്നുള്ളതാ ചോദ്യം. ജയിക്ക് ഒഴിഞ്ഞു മാറി. ഒറ്റ കാര്യം. പിന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച 1000 വീടുകളെ പറ്റി പറഞ്ഞു. 822 വീടുകൾ കൊടുത്തതിന്റെ ലിസ്റ്റ് ഞാൻ തിരിച്ച് ജയിക്കുന്നു തരാം. കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച 2000 വീടിന്റെ അവസ്ഥ എന്താ?